ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ആവാറായി. ഡിസംബർ 9 തീയതി ആകുമ്പോൾ ക്രിസ്മസ് എക്സാം തുടങ്ങും. ആദ്യത്തേത് ഫിസിക്സാണ്. അപ്പം ഞാൻ ഇന്നലെയാണ് ഇത് കാണുന്നത്, ഈ ടൈം ടേബിൾ കാണുന്നത്. അപ്പോൾ ഇന്നിപ്പം 28 തീയതി ഞാൻ നാളെ ക്യാമ്പിന് പോവാം, അടുത്ത ക്യാമ്പിന്, രണ്ടാമത്തെ ക്യാമ്പിന്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊണ്ടയ്ക്കൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, തലവേദനയൊക്കെ ഉണ്ട്, ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ദിവസമൊക്കെ സ്കൂളിലും പോയില്ല. പക്ഷേ അന്നത്തെ ദിവസത്തെ ഒരു വ്ളോഗായത്. ഈ ആദ്യത്തെ ദിവസം മാത്രം, ഇപ്പോൾ സ്കൂളിൽ പോയിരുന്ന ഒരു ദിവസം മാത്രം എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ദിവസം ഒന്നും പഠിക്കാൻ പറ്റിയില്ല. ആദ്യത്തെ ദിവസം ഞാൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ആദ്യം എടുത്തത്. അത് ഒരുപാട് വലിയ ചാപ്റ്റർ ഒന്നും, ഒരു ചെറിയ ചാപ്റ്ററാണ്. അത് കുഴപ്പമില്ല, അതും പഠിച്ചു. പിന്നെ അതുപോലെ ടൈം ടേബിളൊക്കെ കണ്ടു. ഫസ്റ്റ് ഫിസിക്സ്, അതുപോലെ മേജറായിട്ടുള്ള സബ്ജക്ട്സൊക്കെ ആദ്യം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ക്രിസ്മസ് എക്സാമിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ സബ്ജക്റ്റ് ലാംഗ്വേജൊക്കെ വന്നിരിക്കുന്നത്, ഇംഗ്ലീഷും ഹിന്ദി. അപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു ടൈം ടേബിളാണെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾക്ക് സമയമില്ല. എനിക്കിപ്പം ഗൈഡ്സിന് പോകണം. നാളെ പോകും, 28 തീയതി പോകും. എന്നിട്ട് 1 തീയതി രാവിലെ വരും, 1 തീയതി വൈകിട്ട് ടൂറിന് പോകും, 5 തീയതി വെളുപ്പിനെ വരും. പിന്നെ 5 തീയതി മൊത്തം ക്ഷീണമായിരിക്കേ. പിന്നെ 6, 7, 8 2 ദിവസമുണ്ട് ഫിസിക്സ് പഠിക്കാൻ. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. പിന്നെ ഒരു ദിവസമുണ്ട് എന്ത് പഠിക്കാൻ, തൊട്ടടുത്തത് പഠിക്കാൻ. 9 തീയതി കഴിഞ്ഞ് പിന്നെ 11 തീയതി ഉള്ളൂ. പിന്നെ 12 ഉണ്ട്, 16 പിന്നെ. അപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു ടൈം ടേബിളാണെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ അറൗണ്ട് ഒരു 39 ചാപ്റ്റർ കവർ ചെയ്യാനുണ്ട് ഈ ഒരു ക്രിസ്മസ് എക്സാം കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് എക്സാം എല്ലാവരും പറയുന്നത് ഇച്ചിരി സീരിയസ് ആയിട്ട് എടുക്കണം. പക്ഷേ എനിക്കിപ്പോൾ മൊത്തം പഠിച്ചു തീർക്കാനുള്ള സമയം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാൽ പോലും പഠിക്കുന്നത് ഞാൻ എന്തായാലും തറവായിട്ട് പഠിക്കാനാണ് വിചാരിക്കുന്നത്. ഒരുപാടുണ്ടല്ലോ. പിന്നെ ഉച്ചവരെ കാണത്തുള്ളായിരിക്കും. ഫോർനൂണാണ് എക്സാം വരുന്നത്, അപ്പോൾ ഉച്ചവരെ കാണത്തുള്ളായിരിക്കും. പിന്നെ ഉച്ച തൊട്ട് വൈകിട്ട് വരെ സമയമുണ്ട്. പിന്നെ അടുത്ത ദിവസം ചില ദിവസങ്ങളിൽ അവധിയുള്ള ദിവസങ്ങളിൽ സമയമുണ്ട്. അപ്പം മാക്സിമം കവർ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു. ഞാനിപ്പോൾ ഏകദേശം ഒരു 10-12 ദിവസമായി വീഡിയോ ഇട്ട് വന്നിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് വരുന്നത്. പിന്നെ അന്നത്തെ ദിവസം ഞാൻ രണ്ടാമത് പഠിച്ചതെന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷൻ എൻ്റെ മുന്നോ എത്ര വട്ടം പഠിച്ചു കഴിഞ്ഞാലും ഒരു കംപ്ലീറ്റ് ആവുന്നില്ല. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് യൂണിറ്റ് എക്സാമിൻ്റെ സമയത്തൊന്ന് പഠിച്ചു. പക്ഷെ എക്സാമിന് ചെന്ന് കഴിഞ്ഞപ്പം ചോദിച്ചല്ല ഡെഫിനറ്റ് ഇൻ്റഗ്രൽ. ആദ്യമൊക്കെ ഞാൻ അരച്ച് വിലക്കി കുടിച്ചിട്ട് പോയിട്ട് അതൊന്നും ചോദിച്ചില്ല. ലാസ്റ്റ് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ വരുന്ന സമയത്ത് ഞാനങ്ങ് ഉഴപ്പി എന്ന് പറഞ്ഞാൽ അതൊന്നും വലുതായിട്ട് ചോദിക്കത്തില്ലെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചോദിച്ച എല്ലാം ഡെഫിനറ്റ് ഇൻ്റഗ്രൽ, ഒരെണ്ണം പോലും ഇടാത്ത ഡെഫിനറ്റ് ഇൻ്റഗ്രലിൻ്റെ എല്ലാ ആപ്ലിക്കേഷനും ചോദിച്ചു. അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ചോദിച്ചു. അത് വലിയ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്ററായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ഈ ഒരു കറക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഞങ്ങൾക്ക് ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് നേരെ എഴുതാൻ പറ്റിയില്ല. യൂണിറ്റ് എക്സാമിന് അങ്ങനെ ഒരുപാട് അടിപൊളി മാർക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാത്സിന് പ്രത്യേകിച്ച്. അപ്പം പിന്നെ എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ കരകരപ്പുണ്ടെങ്കിൽ അതെൻ്റെ തൊണ്ടയ്ക്ക് എന്തോ സീനോ ഇട്ടിട്ടുണ്ട്. അത് കഴിച്ചതിൻ്റെ ക്യാമ്പിന് പോയ പിന്നെ ഒരു പനി പിടിച്ചൊരു മട്ട, തലവേദന, തൊണ്ടയ്ക്ക് വേദന, എല്ലാം കൊണ്ടും വളരെ ശുഭകരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ക്രിസ്മസ് സ്റ്റഡി പ്ലാനൊക്കെ ഇടുമെന്നൊക്കെ കമൻറ്റ് ഇപ്പോഴും വരുന്നുണ്ട്. എനിക്ക് സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ആയതുകൊണ്ട് സ്റ്റഡി പ്ലാൻ പിന്നെ ഇട്ടിട്ടും കാര്യമില്ല. പിന്നെ നിങ്ങളുടെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിരിക്കും. എനിക്കല്ലേ ഇത്ര കുഴപ്പങ്ങളുള്ളൂ. പക്ഷെ നിങ്ങൾ ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പം ആ സമയത്ത് ഇതുപോലെ രാവിലെ വൈകിട്ട് ഇനിയും ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് പഠിച്ചാലേ ഇനിയും ഫുള്ള് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെങ്കിൽ PYQ ചെയ്യുക എന്നുള്ളതല്ല, കവർ ചെയ്യണമെങ്കിൽ തന്നെ ജസ്റ്റ് പാഠം പഠിക്കണമെങ്കിൽ ഇനി രാവിലെ വൈകിട്ടിരുന്ന് പഠിക്കണം. അതുകൊണ്ട് ഇനി ഉഴപ്പാതെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാനിപ്പം ലോഗ് ബുക്കൊക്കെ എഴുതിയിട്ട് ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് പഠിക്കാനും പറ്റുന്നില്ല. ലോഗ് ബുക്ക് എഴുതണം, ഗൈഡ്സിൻ്റെ കുറച്ച് ലോഗ് ബുക്ക് എഴുതാനുണ്ട്. പിന്നെ ഈ ഗൈഡ്സിൻ്റെ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ക്യാമ്പിൻ്റെ അവിടെ പോകുമ്പോൾ നമ്മൾ കുറച്ച് കെട്ടുകളുണ്ട്, നോട്ട്സ്. അപ്പം കെട്ടുകളൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് ചിലപ്പം ഇങ്ങനെ കെട്ടിട്ടിട്ട് ഫ്രണ്ടിലൂടെ കെട്ട് എടുക്കുവാണെങ്കിൽ ബാക്കിലൂടെ കെട്ട് വലിച്ചെടുക്കുവാണെങ്കിൽ 2 റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ തെറ്റ് പറ്റി കഴിഞ്ഞാൽ ആ കെട്ടേ മാറിപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയുണ്ട്. പിന്നെ ഇതിൻ്റെ തിയറി ആയിട്ട് ഇത് കണ്ടുപിടിച്ച ആളെ പറ്റിയും ഈ ഗൈഡ്സ് എന്നുള്ള പ്രസ്ഥാനം രൂപീകരിച്ച ആളെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ലാഷിംഗ് ഉണ്ട്.
അതുപോലെ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഗൈഡ്സിനകത്തുള്ളത്. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് പിന്നെ ഇത് കഴിയുമ്പം ഒരു എക്സാം എഴുതണം. ഡിസംബർ സമയത്ത് ഒരു എക്സാം അല്ല, ഒരു ലോഗ് ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ തോന്നുന്നു. അത് എഴുതണം. അപ്പോഴാണ് നമ്മുടെ കംപ്ലീറ്റ് മാർക്ക് നമുക്ക് കിട്ടുന്നതെന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തിരക്കിലായി. ഇപ്പോൾ ഇഷ്ടംപോലെ എഴുതാനുണ്ടോ കേട്ടോ. ഒരു മലയാളത്തിൽ തന്നെ എഴുതണം. ഞാനിപ്പം ഹിന്ദി എടുത്തിട്ട് ഇപ്പം കുറേ നാളായി മലയാളം എഴുതിയിട്ട്. മലയാളം അങ്ങനെ നമ്മൾ ബൾക്കായിട്ട് എഴുതുന്നില്ലല്ലോ. അപ്പം മലയാളം എഴുതിയപ്പോൾ ഒരുമാതിരി വൃത്തിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. അപ്പം എന്നാലും നമുക്ക് എഴുതാതിപ്പം കൊടുക്കാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എഴുതുക. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ നടത്തിയ ക്യാമ്പിൻ്റെ കാര്യം നല്ലൊരു ക്യാമ്പായിരുന്നു. അത്യാവശ്യം കഴിഞ്ഞ ക്യാമ്പിനെക്കാട്ടി ഇച്ചിരി മികച്ച ക്യാമ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വട്ടം നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ വട്ടം നമുക്ക് ജൂനിയേഴ്സ് ആയിരുന്നു കൂടെ ഉള്ളത്. അപ്പം കുറച്ച് സപ്പോർട്ടീവായിട്ടുള്ള പിള്ളേരായിരുന്നു. വിഷയമൊന്നുമില്ല. പിന്നെ നമ്മളാണല്ലോ സീനിയേഴ്സ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ ആദ്യത്തെ ദിവസം നമ്മൾ വൈകിട്ട് ചെല്ലണം. ഇത് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം വൈകിട്ട് ചെല്ലും. ആദ്യത്തെ ദിവസം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ജസ്റ്റ് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ആ ഉദ്ഘാടന പരിപാടി പോലെ. പിന്നെ അന്ന് രാത്രി നമ്മളെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ സ്കൂളിലൊരു നടുമുറ്റം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും നിർത്തിയിട്ട് നമ്മളെ പെട്രോളുകളൊക്കെ തിരിക്കും. പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് 6 or 8 ആൾക്കാരായിട്ട് തിരിക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ മൊത്തം പരിപാടിയും ആ പെട്രോളായിട്ടാണ്. നമ്മളിപ്പോൾ ഫ്രണ്ട്സിനെ കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ മാറുന്നതൊന്നും അങ്ങനെ പോസിബിൾ ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് പെട്രോളുകളായിട്ട് തിരിക്കും. പിന്നെ നമ്മൾ ആ പെട്രോളിലൂടെയാണ് ഉറങ്ങുന്നതൊക്കെ. ക്ലാസ്സിൽ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഞങ്ങൾ തറയിലാണ് കിടന്നത്. അല്ലാതെ ബെഞ്ചിലും കിടക്കാം. പിന്നെ ബെഞ്ചിൽ കിടന്ന് കഴിഞ്ഞാൽ പാടാൻ തോന്നും. അപ്പോൾ ഞാൻ തറയിലാണ് കിടന്നത്. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ വെളുപ്പിനെ 5:30 എണ്ണീറ്റ് 6 മണിക്ക് അസംബിൾ ആവാനാണ് പറഞ്ഞത്. പക്ഷേ അന്ന് 6 മണിക്ക് അസംബിൾ ആവാൻ പറ്റിയില്ല. 6:30 ആയപ്പോൾ എല്ലാവരും അസംബിൾ ചെയ്തു. പിന്നെ അന്നപ്പം ഞങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്ത് തന്നെ വരണം. അപ്പോൾ 6 മണിയായപ്പോൾ 6:30 ആയപ്പോൾ ഞങ്ങൾ ചെന്നു. എന്നിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കും. ആദ്യം ഒരു വാമപ്പ് ഉണ്ട്. എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ബോഡി വാമപ്പ് ആവണമെന്ന് പറഞ്ഞിട്ട് 2 റൗണ്ട് ഒരു ഓട്ടം ഓടിച്ചു. 2 ഒരു 5-6 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിച്ച് ഓടിച്ചു. അപ്പോഴത്തേക്ക് അയ്യോ വയ്യാതായിപ്പോയി. അത്ര ഓടിയപ്പോൾ തന്നെ വയ്യാതായിപ്പോയി. പിന്നെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. ഒരു 6 എക്സസൈസ് ഉണ്ട്. ഇത് ഈ ഗൈഡ്സിൻ്റെ സ്ഥാപകൻ BP-യുടെ വക ഒരു 6 എക്സസൈസ് ഉണ്ട്. അപ്പോൾ ആ 6 പഠിക്കണം. അത് നമ്മൾ ക്യാമ്പിലൊക്കെ ചെല്ലുമ്പോൾ കാണിക്കാനുള്ള എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പഠിക്കണം. അത് ചെയ്യിപ്പിച്ചു. പിന്നെ ഫുഡ് തന്നു. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇഡലി രണ്ടാമത്തെ ദിവസം രാവിലെ ഇഡലി, ആദ്യത്തെ ദിവസം രാത്രി പൊറോട്ടയും ഇതുമായിരുന്നു, മുട്ടക്കറിയും. പിന്നെ ബിരിയാണി തന്നു. ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, എല്ലാം നോൺ വെജ് ആയിരുന്നു കൂടുതൽ. പിന്നെ അപ്പവും സ്റ്റൂ ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ നോൺ വെജ് ആയിരുന്നു. പിന്നെ അതുപോലെ രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, ഈ നോട്ടുകളുടെ ക്ലാസ്. പിന്നെ വൈകിട്ട് ഒരു സർവ്വമത പ്രാർത്ഥന ഉണ്ടായിരുന്നു, എല്ലാ മതങ്ങളെയും ഇതാക്കിയിട്ടുള്ളൊരു പ്രാർത്ഥന. പിന്നെ രാത്രി നമ്മൾ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ വീണ്ടും എക്സസൈസ്. പിന്നെ അന്ന് രാവിലെ തന്നെ വിട്ടു നമ്മൾ. അന്ന് രാവിലെ ആയിരുന്നു സർവ്വമത പ്രാർത്ഥന. തലേന്ന് ക്ലാസ്സുകളൊക്കെ ആയിരുന്നു കൂടുതൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വിട്ടു. ഇത്രയാണ് പരിപാടി. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഭയങ്കര ക്ഷീണം. എന്താ ക്ഷീണം എന്നറിയത്തില്ല. നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടുമാറി സത്യത്തിൽ ഒരു കല്യാണത്തിന് പോയപ്പോഴും എനിക്ക് ഭയങ്കര ക്ഷീണം. എന്താണെന്നറിയാൻ വയ്യ. അപ്പം മൂക്കടഞ്ഞു, തൊണ്ടയടഞ്ഞു. നമ്മൾ കിടന്നത് ഒരു രാത്രി ഈ ഒരു സമയം നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. നല്ല സുഖമായിരുന്നു ഉറങ്ങാനൊക്കെ. അപ്പം എന്തോ ആണോ, ഈ മഞ്ഞുകൊണ്ടിട്ടാണോ എന്തോന്നറിയാൻ വയ്യ. തൊണ്ടയും അടിച്ചു പോയി, മൊത്തത്തിൽ പോയി കിടക്കുക. ഇനി അടുത്ത ക്യാമ്പ് കഴിഞ്ഞ് വന്നാൽ നേരെ ടൂറിന് മുമ്പേ എത്രത്തോളം സക്സസ് ആവും ടൂറിനൊന്നും എനിക്ക് അറിയത്തില്ല. എങ്ങനെ അതിനകത്ത് എൻജോയ് ചെയ്യാനോ ഇൻവോൾവ് ചെയ്യാനോ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.